27/12/2024-25 പ്രപഞ്ചരാജാവിൻ്റെ കൽപ്പനയിൽ വിളയിൽ അനിലിൻ്റെ പ്രവചനം. കടമ്പകൾ താണ്ടുന്നു, അപകടങ്ങൾ മുഴങ്ങുന്നു. അറിവിൻ്റെ നിഴൽ. മെസ്സേജ് സന്ദേശം ഇപ്രകാരമാണ്. 27-ാം തീയതി മുതൽ മഞ്ഞുമഴ ചില നാട്ടിലും സ്ഥലങ്ങളിലും കടുത്ത വെയിലും ചൂടും അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. വൻ ചുഴലിക്കാറ്റ്, മാമ്പൂ പൊഴിയുന്ന വാടക്കാറ്റും മഞ്ഞും മഴയും പെയ്തു തുടങ്ങുന്നു. കൃഷിപ്പണിക്കാർ ജാഗ്രത. 1/1/2025 മുതൽ 20-ാം തീയതിക്കുള്ളിൽ മഴ പെയ്യും. എന്നാൽ അഗാധമായ ഇടിവെട്ടും മിന്നലും എർത്ത് മിന്നൽ ഉണ്ടാവാനും സാധ്യത കാണുന്നു. ജാഗ്രത. ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെ അഗാധമായ പ്രകൃതി ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. ജാഗ്രത. 2021-ാം ആണ്ട് കൈയെഴുത്തിൽ എഴുതി എല്ലാ വാട്സപ്പ് കൂട്ടുകാർക്കും മെസ്സേജ് സന്ദേശം ഇപ്രകാരം അയച്ചിരുന്നു. നവംബർ മാസം മുതൽ മാർച്ച് ഏപ്രിൽ മാസം വരെ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവാനും സാധ്യത കാണുന്നു. ജാഗ്രത. വേനൽ സമയങ്ങളിൽ വേനൽ മഞ്ഞുമഴ ചൊരിഞ്ഞൊഴുകുന്ന സമയങ്ങളിൽ, പൊടിമണ്ണ് മണക്കുന്ന സമയങ്ങളിൽ ഇഴജന്തുക്കൾ മാളത്തിൽ നിന്നും പുറത്തിറങ്ങി പൊടിമണ്ണ് ഭക്ഷിക്കും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചേക്കേറാൻ സാധ്യത കാണുന്നു. ജാഗ്രത. ജനുവരി മാസം മുതൽ മെയ് ജൂൺ മാസം വരെ ഇഴജന്തുക്കളിൽ നിന്നും അകലം പാലിക്കണം. ജാഗ്രത. സൈബർ സെൽ പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക്. രഹസ്യ അറയിൽ നിന്നും രഹസ്യ സന്ദേശങ്ങൾ ചാരന്മാർ എടുക്കാൻ സാധ്യത കാണുന്നു. ജാഗ്രത. ജനുവരി മാസം മുതലുള്ള വാടക്കാറ്റിൽ നിന്നും ഉണ്ടാകുന്ന പനി, രോഗാണുക്കൾ, നീർക്കെട്ട് എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവാനും സാധ്യത കാണുന്നു. ജാഗ്രത. 31/12/2024-25 സന്ധ്യാസമയത്ത് 8 മണിക്ക് ശേഷം നല്ല ഇളം കാറ്റ്, അതായത് പഴമക്കാരുടെ വാമൊഴി സന്ദേശം ഇപ്രകാരമാണ്. നാം എല്ലാവരുടെയും ശരീരത്തൂടെ തഴുകി വീശുന്ന കാറ്റിന് ശീതക്കാറ്റ് എന്ന് നാമകരണം പറയപ്പെടുന്നു. ശീതക്കാറ്റ് എന്ന വാക്ക് പഴമൊഴി പൊരുളിൽ അറിയപ്പെടുന്ന വാക്ക്. നാം എല്ലാവരും സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നാം എല്ലാവരുടെയും ശരീരത്ത് തഴുകി തലോടി വീശിപ്പോകുന്ന കാറ്റിനെയാണ് ശീതക്കാറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ കാറ്റിന് രോഗം ഉണ്ടാവുന്നതല്ല. ഒരു വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യമേ ഈ ശീതക്കാറ്റ് ഉണ്ടാകൂ. വാഴകൃഷിക്കാരുടെ ശ്രദ്ധയ്ക്ക്. സൂര്യനിൽ നിന്ന് ഉണ്ടാകുന്ന കാറ്റ്, കട്ടവെയിൽ സമയങ്ങളിൽ കാറ്റ് ആഞ്ഞ് വീശുമ്പോൾ വാഴ ചാഞ്ഞ് വീഴാനും ഒടിഞ്ഞു വീഴാനും സാധ്യത കാണുന്നു. ജാഗ്രത. പ്രപഞ്ച സൃഷ്ടികർത്താവിൻ്റെ നാമത്തിൽ 1000 നന്ദി. നമസ്കാരം.